നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് 88 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. മുതിർന്ന നേതാക്കളെ താറടിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാനുള്ള സതീശന്റെ മോഹം വിലപ്പോകില്ല. മൂവാറ്റുപുഴയിൽ VD സതീശനെതിരെ പോസ്റ്റർ. വെള്ളോർക്കുന്നം സിഗ്നൽ ജംഗ്ഷന് സമീപമാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. ഉടൻ തന്നെ നീക്കം ചെയ്തു. ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷൻ മൂവാറ്റുപുഴ താലൂക്ക് യോഗം സംഘടിപ്പിച്ചു. HR നാഷണൽ ചെയർമാൻ ഡോക്ടർ PC അച്ഛൻകുഞ്ഞ് മനുഷ്യാവകാശ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. ചരിത്രം തിരുത്തിയ അധികൃതർ. മൂവാറ്റുപുഴ പാലങ്ങളുടെ പേര് മാറ്റിയതിനെതിരെ പ്രതിഷേധം ശക്തം. മൂവാറ്റുപുഴയാറിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന പഴയ പാലത്തിനും പുതിയ പാലത്തിനും മധ്യേ കച്ചേരിത്തടം പാലം എന്ന ബോർഡ് സ്ഥാപിച്ചതാണ് പ്രതിഷേധങ്ങൾക്കിടയാക്കുന്നത്. കേരള എയ്ഡഡ് സ്കൂൾ നോൺ ടീച്ചിംഗ് സ്റ്റാഫ് അസോസിയേഷൻ 62ാമത് വിദ്യാഭ്യാസ ജില്ലാ സമ്മേളനം മൂവാറ്റുപുഴയിൽ നടന്നു. സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സമ്മേളനം നടന്നത്. കൂത്താട്ടുകുളം നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രിൻസ് പോൾ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വനിതാ സംവരണ ബില്ലിനെ എതിർത്തു. ഇന്ത്യ മുന്നണിക്കെതിരെ മൂവാറ്റുപുഴ നിയോജക മണ്ഡലം മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ മഹിളാ മുന്നേറ്റയാത്ര സംഘടിപ്പിച്ചു. വാളകം ബദനിപ്പടിയിൽ നിന്നാരംഭിച്ച മുന്നേറ്റയാത്ര വാളകം ജംഗ്ഷനിൽ സമാപിച്ചു. വാർത്തകൾ വിശദമായി. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ മൂവാറ്റുപുഴയിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. മുതിർന്ന നേതാക്കളെ താറടിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാനുള്ള VD സതീശന്റെ മുഖം വിലപ്പോകില്ലെന്ന് എഴുതിയ പോസ്റ്ററാണ് പ്രത്യക്ഷപ്പെട്ടത്. മൂവാറ്റുപുഴയിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. വെള്ളൂർക്കുന്നം സിഗ്നൽ ജംഗ്ഷന് സമീപമാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. PR വർക്കിന്റെ ബലത്തിൽ രമേശ് ജിയെ പോലുള്ള സീനിയർ നേതാക്കളെ താറടിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാനുള്ള സതീശന്റെ മോഹം വിലപ്പോകില്ല എന്നാണ് പോസ്റ്ററിൽ എഴുതിയിരിക്കുന്നത്. VD സതീശന്റെ ഫോട്ടോയും പോസ്റ്ററിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഫാമിലിയുടെ പേരിലാണ് ഇക്കുറി പോസ്റ്റർ സ്ഥാപിച്ചിരിക്കുന്നത്. വെള്ളൂർക്കുന്നം സിഗ്നൽ ജംഗ്ഷനിൽ ഇന്നലെ രാത്രിയാണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത്. എന്നാൽ രാവിലെ തന്നെ പോസ്റ്റർ നീക്കം ചെയ്ത നിലയിലാണ്. കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ കിഴക്കേക്കര മണിയംകുളം ജംഗ്ഷനിൽ VD സതീശന് അനുകൂലമായി ഫ്ലെക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടിരുന്നു. നിയുക്ത മുഖ്യമന്ത്രി VD സതീശന് അഭിവാദ്യങ്ങൾ എന്നെഴുതിയ പോസ്റ്ററായിരുന്നു പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ അതും ഉടൻ തന്നെ നീക്കം ചെയ്ത നിലയിലായിരുന്നു. ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷൻസ് മൂവാറ്റുപുഴ താലൂക്ക് കമ്മിറ്റി യോഗം സംഘടിപ്പിച്ചു. HR നാഷണൽ ചെയർമാൻ ഡോക്ടർ PC അച്ഛൻകുഞ്ഞ് മനുഷ്യാവകാശ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദേശീയ മനുഷ്യാവകാശ സംഘടനയായ ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷൻസിന്റെ മൂവാറ്റുപുഴ താലൂക്ക് യോഗവും ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. ഉണ്ണീസ് ബേക്കറി ഹാളിൽ നടന്ന ചടങ്ങിൽ HR നാഷണൽ ചെയർമാൻ ഡോക്ടർ PC അച്ഛൻകുഞ്ഞ് മനുഷ്യാവകാശ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ലീഗൽ സെൽ ചെയർമാൻ അഡ്വക്കേറ്റ് CR ശിവകുമാർ, സംസ്ഥാന സെക്രട്ടറി AB വർഗീസ്, സംസ്ഥാന ഓർഗനൈസർ സുരേഷ് ബാബു, എറണാകുളം ജില്ലാ പ്രസിഡന്റ് അനൂപ് ക്രിസ്റ്റഫർ, ജില്ലാ സെക്രട്ടറി അജിത് കുമാർ, താലൂക്ക് ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് ഷീല സന്തോഷ് എന്നിവർ പങ്കെടുത്തു. ഹ്യൂമൻ റൈറ്റ്സ് ഫൗണ്ടേഷൻസ് ദേശീയ, സംസ്ഥാന, ജില്ലാ നേതാക്കളുടെ സാന്നിധ്യത്തിൽ മൂവാറ്റുപുഴ താലൂക്ക് പ്രസിഡന്റായി സജിത അനിലിനെയും ജനറൽ സെക്രട്ടറിയായി മേഴ്സി ജോർജിനെയും ട്രഷററായി ജീവേഷ് ജയ്കുമാറിനെയും വൈസ് പ്രസിഡന്റായി പോൾ ജോർജിനെയും ഓർഗനൈസറായി ഷാജി ജോണിനെയും സെക്രട്ടറിയായി ചിന്നമ്മ വർഗീസിനെയും തെരഞ്ഞെടുത്തു. കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. We take care of your health. ചരിത്രം തിരുത്തി അധികൃതർ. മൂവാറ്റുപുഴ പാലങ്ങളുടെ പേര് മാറ്റിയതിനെതിരെ പ്രതിഷേധം ശക്തം. മൂവാറ്റുപുഴ നഗരത്തിലെ പാലങ്ങളുടെ പേര് മാറ്റിയതിനെ ചൊല്ലി പുതിയ വിവാദം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. നഗരത്തിന്റെ അടയാളമായി കണക്കാക്കപ്പെടുന്ന മൂവാറ്റുപുഴയാറിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന പഴയ പാലത്തിനും പുതിയ പാലത്തിനും മധ്യേ കച്ചേരിത്താഴം പാലം എന്ന ബോർഡ് സ്ഥാപിച്ചതാണ് പ്രതിഷേധങ്ങൾക്കിടയാക്കിയത്. നഗര റോഡ് നവീകരണ പദ്ധതിയുടെ ഭാഗമായി പുതിയ ദിശാസൂചക ബോർഡുകൾ സ്ഥാപിക്കുന്നതിനിടെയാണ് ഈ മാറ്റം വന്നത്. പാലങ്ങളുടെ ഇരുവശത്തും പുതിയ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ മൂവാറ്റുപുഴയിൽ ഇതുവരെ കച്ചേരിത്താഴം പാലം എന്ന പേരിൽ ഒരു പാലവും അറിയപ്പെട്ടിട്ടില്ലെന്നതാണ് നാട്ടുകാരുടെ പ്രധാന വിമർശനം. വർഷങ്ങളായി പണി പൂർത്തിയാക്കിയ മുടുക്കല്ല് പാലം അപ്രോച്ച് റോഡ് ഇല്ലാത്തതിനാൽ വിമർശനങ്ങൾക്ക് വിധേയമായി കുപ്രസിദ്ധി നേടിക്കൊണ്ടിരിക്കുമ്പോൾ ഈയിടെ പ്രഖ്യാപിച്ച പുതിയ പാലം ഉൾപ്പെടുന്ന പദ്ധതിയിലൂടെയാണ് ഈ ബോർഡ് സ്ഥാപിച്ചതെന്നും ആരോപണമുയരുന്നു. ഏഷ്യയിലെ ആദ്യ ആർച്ച് ആകൃതിയിലുള്ള കോൺക്രീറ്റ് പാലങ്ങളിൽ ഒന്നായി പരിഗണിക്കപ്പെടുന്ന മൂവാറ്റുപുഴ പഴയ പാലത്തിന്റെയും അതിനോട് സമാന്തരമായി നിർമ്മിച്ച വലിയ പാലത്തിന്റെയും ശിലാഫലകങ്ങളിലും പഴയ ബോർഡുകളിലും മൂവാറ്റുപുഴ പാലം എന്നു പേരാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ ചരിത്ര സാക്ഷ്യങ്ങളെ മറച്ചുവെച്ചുകൊണ്ടാണ് പുതിയ പേര് സ്ഥാപിച്ചതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. തെറ്റായ ബോർഡ് അടിയന്തരമായി നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരും സാംസ്കാരിക പ്രവർത്തകരും രംഗത്തെത്തി.
പാലം നിർമ്മിക്കുമ്പോൾ തന്നെ രേഖപ്പെടുത്തിയിരുന്ന പേരുകൾ തന്നെ നിലനിർത്തണമെന്നും പഴയ പാലത്തിന്റെ നിർമ്മാണ സവിശേഷതകളും ചരിത്ര പ്രാധാന്യവും വ്യക്തമാക്കുന്ന സ്മാരകങ്ങൾ സ്ഥാപിക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നു. നഗരത്തിന്റെ പൈതൃകത്തെയും അടയാളങ്ങളെയും സംരക്ഷിക്കേണ്ട ഈ ഘട്ടത്തിൽ അധികൃതർ ജനങ്ങളുടെ ആവശ്യം പരിഗണിക്കുമോ എന്നതാണ് ഇനി ശ്രദ്ധേയമായ ചോദ്യം. കേരള എയ്ഡഡ് സ്കൂൾ നോൺ ടീച്ചിംഗ് സ്റ്റാഫ് അസോസിയേഷന്റെ 62ാമത് വിദ്യാഭ്യാസ ജില്ലാ സമ്മേളനം മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. കൂത്താട്ടുകുളം നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രിൻസ് പോൾ ജോൺ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള എയ്ഡഡ് സ്കൂൾ നോൺ ടീച്ചിംഗ് സ്റ്റാഫ് അസോസിയേഷന്റെ 62ാമത് വിദ്യാഭ്യാസ ജില്ലാ സമ്മേളനം മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. കൂത്താട്ടുകുളം നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രിൻസ് പോൾ ജോൺ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നോൺ ടീച്ചിംഗ് സ്റ്റാഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഏറ്റവും അതിന്റെ പ്രവർത്തനത്തിൽ കാതലായ പങ്ക് വഹിക്കുന്ന ഒരു വിഭാഗമാണ്. രാവിലെ സ്കൂൾ തുറക്കുമ്പോൾ മുതൽ വൈകുന്നേരം സ്കൂൾ അടയ്ക്കുന്നത് വരെയുള്ള ആ സ്കൂളിന്റെ പ്രവർത്തനങ്ങളിൽ വലിയ പങ്ക് ഈ ജീവനക്കാർ വഹിക്കുന്നു. പക്ഷേ സമൂഹത്തിലും ആ സ്ഥാപനത്തിലും ജീവനക്കാർക്ക് അവർ വഹിക്കുന്ന പങ്കിനനുസരിച്ചുള്ള ഒരു പരിഗണന കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമാണ്. സ്കൂള് തുറക്കുന്നത്, സ്കൂളിലെ ഓഫീസ് പരമായ പ്രവർത്തനങ്ങൾ, അതുപോലെ എക്സാം വരുമ്പോൾ അത് ക്രമീകരിക്കേണ്ട ചുമതല, ആരെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് ചോദിച്ചു വന്നാൽ അത് റെഡിയാക്കി കൊടുക്കേണ്ട ചുമതല, അങ്ങനെ നിരവധിയായിട്ടുള്ള ചുമതലകൾ നിങ്ങൾ നിർവഹിക്കുന്നു. അതിനപ്പുറത്ത് മാനേജ്മെന്റ് പറയുന്ന പല കാര്യങ്ങളും ഇപ്പോൾ സംഘടന വലിയ രീതിയിൽ അവകാശങ്ങൾക്ക് വേണ്ടിയൊക്കെ പോരാടുന്നുണ്ടെങ്കിലും പല മാനേജ്മെന്റുകളും ഈ നോൺ ടീച്ചിങ് സ്റ്റാഫിനെ അവരുടെ ഗുരുകാരെ പോലെ കരുതി ഇതിനപ്പുറത്തായ പണികൾ, അവരുടെ വ്യക്തിപരമായ ജോലികൾ പോലും ചെയ്യിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് അനീഷ് ജോർജ് അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി NV മധു മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി അജി കുര്യൻ, സംസ്ഥാന സെക്രട്ടറി PM ബിനു, മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുരേഷ് VS, ഷാജി സി ജോൺ, സജു KP, സിജു ഏലിയാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സർവീസിൽ നിന്ന് വിരമിച്ചവർക്കുള്ള ഉപഹാര വിതരണം, വിദ്യാഭ്യാസ അവാർഡ് വിതരണം എന്നിവയും സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തപ്പെട്ടു. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച വനിതാ സംവരണ ബില്ലിനെ എതിർത്ത കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിക്കെതിരെ മൂവാറ്റുപുഴ നിയോജക മണ്ഡലം മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ മഹിളാ മുന്നേറ്റ യാത്ര സംഘടിപ്പിച്ചു. വാളകം ബദിനിപ്പടിയിൽ നിന്നാരംഭിച്ച മുന്നേറ്റ യാത്ര വാളകം ജംഗ്ഷനിൽ സമാപിച്ചു. പാർലമെന്റിലെ സ്ത്രീ സംവരണം 33% കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച വനിതാ സംവരണ ബില്ലിനെ എതിർത്ത കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിക്കെതിരെ മൂവാറ്റുപുഴ നിയോജക മണ്ഡലം മഹിളാ മോർച്ചയുടെ നേതൃത്വത്തിൽ മഹിളാ മുന്നേറ്റ യാത്ര സംഘടിപ്പിച്ചു. വാളകം ബദിനിപ്പടിയിൽ നിന്നാരംഭിച്ച മുന്നേറ്റ യാത്ര വാളകം ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി അദീന ഭാരതി ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, എല്ലാ കാലത്തും സ്ത്രീകൾക്കൊപ്പമാണ്, സ്ത്രീകളുടെ വിജയത്തിന് വേണ്ടിയിട്ടാണ്, സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ്, സ്ത്രീകളുടെ ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ടാണ് എന്നെല്ലാം ഓരോ പ്രസംഗിക്കുന്ന ഇടത് വലത് മുന്നണികൾ പാർലമെന്റിൽ അല്ലെങ്കിൽ നമ്മുടെ ലോക്സഭയിലേക്ക്, നിയമസഭയിലേക്കൊക്കെ വനിതകൾക്ക് 33% സംവരണം കൊണ്ടുവരണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ എത്തരത്തിലാണ് അത് തടഞ്ഞിടാൻ ശ്രമിച്ചതെന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും നമ്മൾ കണ്ടതാണ്. മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് മിനി പാർത്ഥസാരഥി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ OBC മോർച്ച ജില്ലാ പ്രസിഡന്റ് AS വിജുമോൻ മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ മോർച്ച വാളകം പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് മിനി ബെന്നി, BJP മണ്ഡലം സെക്രട്ടറി മായ ജോമോൻ, മണ്ഡലം പ്രസിഡന്റ് T ചന്ദ്രൻ, ജനറൽ സെക്രട്ടറിമാരായ ശ്രീജിത്ത് നാരായണൻ, അഡ്വക്കേറ്റ് CV ജോണി, BJP മണ്ഡലം വൈസ് പ്രസിഡന്റ് പത്മിനി ഹരിദാസ്, ജില്ലാ മീഡിയ കോ കൺവീനർ വിദ്യ വേണു എന്നിവർ പങ്കെടുത്തു. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. മൂവാറ്റുപുഴ MCS ആശുപത്രിയിൽ മെനോപോസ് ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നടത്തി. നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ MCS ആശുപത്രിയിൽ മെനോപോസ് ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നടത്തി.
ആർത്തവ വിരാമവുമായി ബന്ധപ്പെട്ട ശാരീരികവും മാനസികവുമായ മാറ്റങ്ങളെ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്ന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മൂവാറ്റുപുഴ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി നിർവഹിച്ചു. ശാരീരികമായും മാനസികവുമായും വല്ലാത്ത ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് മെനോപോസിന്റെ കാലഘട്ടം എന്ന് പറയുമ്പോൾ. പലപ്പോഴും പല അമ്മമാരുടെയും ബുദ്ധിമുട്ടുകൾ എന്താണ് എന്ന് തിരിച്ചറിയാൻ മക്കൾക്ക് കഴിയാറില്ല. പക്ഷെ ഇത് ഈ ഒരു അടുത്ത കാലഘട്ടങ്ങളിലാണ് ഇതിനെപ്പറ്റിയുള്ള അവയർനെസ്സുകൾ കുട്ടികൾ പോലും എത്തുന്നത്. അപ്പൊ ഒരുപക്ഷെ ഇപ്പൊ ഇന്ന് കാലഘട്ടങ്ങളിലെ ചെറിയ കുട്ടികൾ, ആൺകുട്ടികളൊക്കെ, കൗമാരക്കാരായ കുട്ടികളൊക്കെ അമ്മയുടെ വിഷമം കാണുമ്പോൾ അത് മെനോപോസ് ആണ് എന്ന് തിരിച്ചറിയാൻ പാകത്തിലേക്ക് വന്നിട്ടുണ്ട് ഒരു പരിധിവരെ. പക്ഷെ ഇതിനും അപ്പുറത്തേക്ക് എഡ്യൂക്കേഷൻ ആവശ്യമാണ്. ആ ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന സ്ത്രീകളെ ചേർത്തു പിടിക്കേണ്ടത് ആവശ്യമാണ്. അവരുടെ മാനസികാരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കേണ്ടത് ഇന്ന് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഒരു ആരോഗ്യമല്ല, ഒരു കുടുംബത്തെ തന്നെ ബാധിക്കുന്ന ഒരു പോകുന്ന സാഹചര്യം ഉണ്ടാകുമെന്നുള്ളതിൽ അപ്പം ഈ ഒരു കാര്യത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുത്തപ്പോ ഈ ഒരു ഹോസ്പിറ്റലിനെ അഭിനന്ദിക്കാതെ തരമില്ല. മറ്റൊരാളും ചിന്തിക്കാത്ത ഒരു മേഖലയിലൂടെ ചിന്തിക്കുവാനായിട്ട്, സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുവാനായിട്ട്, അവരുടെ മാനസിക ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുവാനായിട്ടുള്ള ഈ മാനേജ്മെന്റിന്റെ തീരുമാനത്തെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുകയാണ്. സ്ത്രീകളിൽ ആർത്തവം പൂർണ്ണമായി നിൽക്കുന്ന ഘട്ടത്തിൽ ഈസ്ട്രജൻ ഹോർമോണിന്റെ അളവ് കുറയുന്നത് മൂലം പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇവ പരിഹരിക്കുന്നതിന് ആവശ്യമായ വിദഗ്ധ പരിശോധനകളും ചികിത്സകളുമാണ് മെനോപോസ് ക്ലിനിക്കിൽ ലഭിക്കുന്നത്. ആശുപത്രി ചെയർമാൻ അഡ്വക്കേറ്റ് PM ഇസ്മയിൽ അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന സമ്മേളനത്തിൽ MCS ആശുപത്രി സെക്രട്ടറി MA സഹീർ, നഗരസഭാ വൈസ് ചെയർമാൻ PM അബ്ദുൾ സലാം, ആശുപത്രി വൈസ് ചെയർമാൻ സുർജിത് എസ്തോസ്, ഭരണസമിതി അംഗം റഷീദ് കോട്ടയിൽ, നഗരസഭാ കൗൺസിലർ മജീദ് മങ്ങാടൻ, ഡോക്ടർ ആഗ്നസ് മാത്യു, ഡോക്ടർ സുമംഗലാദേവി, ഡോക്ടർ തമന്ന വൈ ഷെനോയി, ഡോക്ടർ റോഷ്ന KN, ആശുപത്രി CEO ലിമി എബ്രഹാം എന്നിവർ പ്രസംഗിച്ചു. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.